കഴിഞ്ഞ 2-3 പ്രസംഗങ്ങളിൽ ഞാൻ യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. For the past few messages I was speaking from Isaiah chapter 40. യെശയ്യാവ് 40-1 ഒരു പ്രധാന വാക്യമാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പീൻ ആശ്വസിപ്പീൻ എന്നുള്ള വാക്യം. Verses 1 is a very profound verse where God says, "Comfort, comfort my people." യെശയ്യാവ് 40 മുതൽ പുതിയ നിയമത്തിന് സദൃശമായുള്ള 27 പുസ്തകങ്ങൾ പോലെയാണ് 27 അധ്യായങ്ങളെന്ന് പണ്ഡിതന്മാർ പറയുന്നു. Many scholars say the 27 books in this book of Isaiah is just like the 27 books in the New Testament. ഈ 40-ാം അധ്യായം അനേക ശ്രേഷ്ഠരായ വലിയ വേദപണ്ഡിതന്മാർക്ക് ഉത്തേജനം കൊടുത്തതായി ഞാൻ അടുത്ത സമയത്ത് വായിക്കുവാനിടയായി തീർന്നു. I have read very recently that this chapter 40 has given comfort to many scholars. ജനത്തെ ആശ്വസിപ്പിക്കുകയും എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടകാലം എല്ലാം തീർന്നിരിക്കുന്നു, എല്ലാം നന്നായി വരാൻ പോകുന്നു, എവരിതിങ് ഈസ് ഗോയിങ് ടു ബി ഓൾ റൈറ്റ്. എങ്ങനെയാണ് എല്ലാം ഓൾ റൈറ്റ് ആകുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. And what we've been learning from this chapter is when God says be comforted, how can we be comforted? ആദ്യത്തേത് നമ്മൾ വായിച്ചത് when sins are forgiven, പാപം ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവവുമായി റൈറ്റ് റിലേഷൻഷിപ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനിടയാകും. The first thing that we learn is when we have a right conscience with God, when our sins are forgiven, that's when we have the blessings from God. രണ്ടാമത്തേതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത്, മരുഭൂമിയിൽ വഴിയൊരുക്കുകയും കുന്നൊക്കെ നികന്നു വരണം, താഴ്വര നികന്നു വരണം, കുന്ന് താണു വരണം. ലൈഫ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ലൈഫ് അഡ്ജസ്റ്റഡ് ടു ദ ഗോഡ് സ്റ്റാൻഡേർഡ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുവാനിടയായി തീരണം. The last time we talked about how the hills becomes valleys and everything would be adjusted to the knowledge of God. Hallelujah. 6 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആഗ്രഹിക്കുന്ന വാക്യങ്ങൾ. And for today's meditation, let's go to verses 6 of that chapter. അവിടെ പറയുകയാണ്, കേട്ട് വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. He says, the voice says, cry out. എന്ത് വിളിച്ചു പറയുന്നു എന്ന് ഞാൻ ചോദിച്ചു. And he asked, what shall I cry out? സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം അതിലെ പൂ പോലെയും ആകുന്നു. He says, all men are like grass and all their glory is like the flowers of the field. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. The grass withers and the flowers fall because the breath of the Lord blows on them. അതെ, ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. Surely the people are grass, the grass withers and the flowers fall. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. The word of our God stands forever. മൂന്നാമത്തെ വിഷയം, ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്, മനുഷ്യനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇത് ശരിയായി തീരുമ്പോഴാണ്, സത്യമായി തീരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കാനിടയാകുന്നത്. The third thing that we would like to talk about today is that when our vision towards men and our vision towards God, when that becomes straight, is when we receive blessings from God. ഇവിടെ പറയണേ, എല്ലാ മനുഷ്യരും all flesh is grass, എല്ലാം പുല്ലാണ്, പുല്ലുണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു. And the author says that all men are grass and it withers away. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. But the word of the Lord stands forever. നമുക്കറിയാം നമ്മുടെ ജീവിതമെല്ലാം വളരെ ക്ഷണികമാണ്. And we know our life is very futile. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന് വേദോസ്തം നമ്മെ What പഠിപ്പിക്കുന്നു. the Lord teaches us, no matter how firm you stand, you're just nothing but a breath. ഇത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. We all know this truth. പക്ഷെ നമ്മുടെ ഉള്ളിൽ പറയും നമ്മൾ ഒരുപാട് നൂറ്റാണ്ട് ജീവിക്കാൻ പോവുകയാണ്. But inside we always keep telling us that we are going to live forever. ഫ്യൂണറൽ ഹോമിലൊക്കെ ചെന്നാലും അടുത്തത് ഞാനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നത്തില്ല. അടുത്തത് വേറെ ആരെങ്കിലും ആയിരിക്കും ചിന്തിക്കും. Even though we're standing at a funeral home, we don't want to think that the next person in line is us. We might think it's someone else. എന്നാൽ നമ്മുടെ ജീവിതം ഏത് സമയവും തീരാനുള്ളതാണ്, വെറും പൂവിന് സദൃശമാണ്. ഇവിടെ പറയുകയാണ്, കാറ്റതിന്മേൽ അടിക്കുന്നു, പിന്നെ അതിന്റെ സ്ഥലം പിന്നെ അറിയുന്നുമില്ല. ഇന്ന് കണ്ട് നാളെ ഇല്ലാതെയായിത്തീരുന്ന ജസ്റ്റ് ഒരു ഗ്രാസ് പോലെ, ഒരു ഫ്ലവർ പോലെ മാത്രമേ നമ്മുടെ ജീവിതം ഉള്ളൂ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. We need to know that we need to be sure that our life is nothing but a grass, or just like a flower, when the wind blows, it is withered away. ഇവിടെ രാവിലെ പഠിപ്പിച്ച വചനവും നമ്മെ കുറിച്ചുള്ളതായ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരിക്കണമെന്ന് പഠിക്കുവാനിടയായി തീർന്നു. What we learned this morning was also that our attitude should be right. രാവിലെ പഠിച്ച വചനം ഇതുമായിട്ട് ചേർന്ന് വരികയാണ്. And things that we learned this morning is coinciding with this message. ഇതിനെ അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ വായിച്ച സങ്കീർത്തനത്തിലെ വചനവുമായി ചേർന്ന് വരുന്നുണ്ട്. And when you end this message, it's going to go coincide with the psalm we studied. ഇന്ന് ദൈവത്തിന് നമ്മോടുള്ള മെസ്സേജ് ഇതാണ്. And today the message of God is this. നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ദർശനം നമ്മെ കുറിച്ചുള്ളത് നാം ഒന്നുമില്ല എന്നുള്ളത് നമ്മെ ഭരിക്കുവാനിടയാകണം. The perspective that we have of ourselves
should be that we are nothing that should govern us. പലപ്പോഴും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ കഴിവിലും ഒക്കെ നാം ഒത്തിരി അഹങ്കരിക്കാറുണ്ട്, പൊങ്ങിപ്പോകാറുണ്ട്, ഇളകിപ്പോകാറുണ്ട്. Many times in our lives we take pride in the strength and in our abilities. Hallelujah. എന്നാൽ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാകും എന്നുള്ളത് നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ നാം കണ്ടിട്ടുണ്ട്. But in front of our own eyes we see that all this is nothing. ചില ചർച്ചകളില് അവരുടെ ഒരു ശുശ്രൂഷയ്ക്ക് എഴുതി വെച്ചതായ വാക്കുകളും പ്രാർത്ഥനകളും ഉപയോഗിക്കാറുണ്ട്. And in one church we have used the prayer or the chanting that they have used in many of their sermons. പണ്ടല്ല, പല ചർച്ചകളും അങ്ങനെ ചെയ്യാറുണ്ട്. And many churches have done so. നമ്മള് ചിലതിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചർച്ചില് പല ചർച്ചകളിലെയും ഫ്യൂണറലില് സെമിത്തേരിയിൽ നിന്ന് അവർ പാടുന്ന ഒരു പാട്ടുണ്ട്. മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നീ നിന്റെ സൗന്ദര്യത്തിൽ പുകഴുന്ന എന്തിന്, നിന്റെ പണത്തിൽ പുകഴുന്ന എന്തിന്, നിന്റെ എഡ്യൂക്കേഷനിൽ പുകഴുന്ന എന്തിന്, ഇങ്ങനെ മണ്ണി കൊണ്ട് കുഴിച്ചിടാനാണെങ്കിൽ ഇതിന്, അല്ലെങ്കിൽ നാളെ ദ്രവിക്കുന്നതാണെങ്കിൽ മനുഷ്യ നീ എന്തിനാണ് ഇതിലൊക്കെ പുകഴുന്നത്? വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. And one of the songs that they sing at a funeral is that if your end is going to be like this, where you're going down to 6 foot of the ground, then why are you taking pride in your education, in everything, in your beauty that you have? Hallelujah. ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫ്യൂണറൽ ഹോമിൽ പെട്ടിയിലൊക്കെ കിടക്കുന്നതായിട്ടൊന്നും ഇമാജിൻ ചെയ്യാമെങ്കിൽ പേടിയൊന്നും ഇല്ലെങ്കിൽ, ഇമാജിൻ ചെയ്യാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും എന്നാണ് എന്റെ ചിന്ത. I believe that if you're not too scared of it, once in a while you have to think that you're in a funeral home inside the casket. നമ്മുടെ അവസ്ഥ അങ്ങനെ ആയാൽ എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒത്തിരി നല്ലതാണ്. It is good to understand if our situations were so, what would it be? കുറച്ചു നാൾ മുമ്പ് ഒരാളൊരു ഇമെയിൽ അയച്ചത് എനിക്ക് വളരെ ചിന്തനീയമായി, നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. A person sent me an email some time back. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യനെ ഇങ്ങനെ താന് ഫ്യൂണറൽ ഹോമിൽ കിടക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. And this is what is written in the email, that the person thinks about being in a funeral home and he's in the casket. ഇദ്ദേഹത്തിന് കാണാം ഇങ്ങനെ കിടക്കുന്ന ഒരു ബോഡി അവിടെ കിടക്കുന്നു. So he sees a body inside the casket. തന്റെ വൈഫ് കരഞ്ഞ് നിലവിളിച്ച് ആകപ്പാടെ വിഷമിച്ച് കണ്ടാൽ തന്നെ വലിയ ഭാരം തോന്നുന്ന രീതിയിലായിരിക്കുന്നു. And he sees his wife crying towards the side and weeping aloud. നിങ്ങളൊക്കെ പലരും വായിച്ചിട്ടുള്ള, അതുകൊണ്ട് ഞാൻ അത് ഒത്തിരി ഡീറ്റെയിലിൽ പോകുന്നില്ല. ഞാൻ അവിടെ പ്രസവിക്കുന്ന കാര്യം, അവിടെ സ്വന്തപ്പെട്ടവര്, പേരൻസിന്റെ കാര്യം, ഇതെല്ലാം കണ്ടു എല്ലാരും മാറി നിൽക്കുന്നു, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവിടെ വലിയ ബഹളം, കരച്ചില്, പാട്ട്, ഇതെല്ലാം തനിക്ക് കാണാം. തന്റെ ബോഡി അവിടെ കിടക്കുകയാണ്. And he's seeing in this vision that there are many people coming, going, that there are many relatives around there in that funeral home, and he sees what's happening there. എനിക്ക് മനസ്സിലാകും ഭയങ്കര വിഷമം വന്നു. And he was greatly burdened by the sight. ഞാനങ്ങ് മരിച്ചു പോയോ? And he's thinking, have I already been dead? എന്റെ വൈഫിനോട് ഞാനൊന്ന് സ്നേഹമായിട്ടൊന്ന് സംസാരിച്ചില്ലല്ലോ. I did not get a chance to give my love to my wife. എനിക്ക് ഞാൻ ഒടുവിലായിട്ട് വഴക്ക് പറഞ്ഞാണല്ലോ നിർത്തിയത്. ഒന്ന് സ്നേഹമായിട്ട് എനിക്കൊന്ന് വർത്താനം പറയണമായിരുന്നു. I have quarreled with her, and that's how I remember my last. I give one more chance to share my love with her. എന്റെ ഫ്രണ്ട്സ് അല്ലെ പേരൻസ് ഇവരെ കുറിച്ചൊക്കെ ഉള്ള ഒത്തിരി ചിന്ത തന്റെ മനസ്സിലേക്ക് വന്നു. And all these thoughts regarding his friends and his parents came to his mind. അവിടെ കിടന്നുകൊണ്ട് give me one more chance, give me one more chance എന്ന് കിടന്ന് ഉറക്കം നിലവിളിക്കുവാൻ തുടങ്ങി. And he starts crying out to the Lord, oh Lord, give me one more chance. ഞാൻ ചിന്തിച്ചു, ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആരോടും വഴക്കുണ്ടാക്കാതെ വളരെ സ്നേഹമായി എന്റെ വൈഫിനെ നല്ലപോലെ സ്നേഹിച്ച് സാരി എല്ലാം വാങ്ങിച്ചു കൊടുത്ത് വെക്കേഷൻ എല്ലാം കൊണ്ടുപോയി നല്ല ഫുഡും വാങ്ങിച്ചു കൊടുത്ത് ചെയ്യാവുന്ന എല്ലാം ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ചു. And he's thinking that I will not quarrel with my wife if I got this one more chance. I'll give her and buy her everything that she needs and give her the love that she deserves. ഇമെയിലിനകത്ത് സാരിയൊന്നും ഇല്ല, ഞാൻ നമ്മുടെ കാര്യമായിട്ടൊക്കെ പറഞ്ഞു പോയതാണ്. And in the email there's no sari, I just said anyway, one more chance, ഒരു അവസരം കൂടെ തരണേന്ന് ഉറക്ക നിലവിളിക്കുകയും and so the wife actually wakes him up when she hears him cry, say, what happened? That's when he understood that he was just dreaming. And it's good that we all see such dreams. That means that there's many things to be corrected in our life. And you have to worship thinking that this might be your last worship on a Sunday. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തിരിച്ചു വരുമെന്നും വരില്ലെന്നും കണ്ടൊന്നും ആരും പോകണ്ട. പക്ഷെ ഇത് ലാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ വേണം നാം വഴി പറയാനും നാം വീട്ടിൽ നിന്ന് പോകാനും പിന്നെ
ദുഃഖിക്കാനൊന്നും ഇടവരരുത്. When you leave your house, think that this is the last time that you will ever return back. Have that thought governing you as you leave. ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വളരെ വലിയേറെതായി എണ്ണി അത് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, കരുതുവാൻ ഉള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകേണ്ടത് Every ആവശ്യമാണ്. moment, every hour of your life, let us be careful so that we live a perfect life, loving each other. Hallelujah. അതുകൊണ്ട് നമുക്കൊന്ന് നമ്മെ കുറിച്ച് തന്നെ ഒരു ചിന്ത ഉണ്ടായിരിക്കേണ്ടത്, നാം വെറും പുല്ലിന് സമമാണ്, പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല എന്നുള്ളതാണ്. Therefore, the first thought that should govern us at all times is that we are just like grass and like the flower that withers away. ഇന്ന് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ളവർക്ക് അതങ്ങോട്ട് എടുക്കാൻ വിഷമുള്ള കാര്യമാണ്. And today, when you have beauty, when you have strength, it is so hard to grasp that concept. മലയാളത്തിൽ ആരോ മേരി ജോൺ തോട്ടമോ ആരോ എഴുതിയൊരു പാട്ട് ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിലെ കാണാപാഠം പഠിച്ചിട്ടുണ്ട്. അത് മിക്കവാറും പാടാറുണ്ട്. ഉരത്ത കാമ കോപലോപ മോഹ മത്സരാദികൾ പെരുത്ത യാത്ര ചെയ്ത് നിന്നുപോകും പൊടുന്നനെ. ഈ കാമവും കോപവും ക്രോധവും ഈ സൗന്ദര്യം ഇതെല്ലാം അങ്ങ് ഭയങ്കര ഘോഷയാത്ര പോലെ വരുന്നതാണ്. എന്നാൽ പൊടുന്നനവെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് നിന്നുപോയി. ഇത് നമ്മെ ഭരിക്കണം, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതെല്ലാം മായയാണ്, ഇതെല്ലാം ടെമ്പററിയാണ്, തൽക്കാലമാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. Right, that one might have thinking that he has everything in his life should be put down completely, and you need to govern yourself with the thought that this is all temporary and you would wither away just like the grass or the flower. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പണ്ട് പാടുവാനായിരുന്നു. നിന്റെ പ്രേമ കളത്ര പുത്രാദികളും നിന്നെ പിന്തുടരും ശവക്കുഴി വരെയും അവിടെ നിന്നെ കൈവെടിഞ്ഞിട്ട് പോരുന്നതോർത്താൽ നരജീവിതം വെറുമായ ഏറ്റവും സ്നേഹിക്കുന്നവർ പോലും കല്ലറ വരെ മാത്രമേ വരികയുള്ളൂ. അവരവിടെ നിന്നെ കൈവിട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഈ ജീവിതം വളരെ ക്ഷണികമാണെന്നും കർത്താവിനോട് ചേർന്ന് മരണത്തിനപ്പുറത്തും വരുവാൻ കഴിയുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. Limit what your friends can do. They can only come up to your grave. After that, they will leave you alone. But there is a God, there is a Christ that will carry you through even after you're gone. Hallelujah. എന്നാൽ മനുഷ്യൻ ഇങ്ങനെയാണെങ്കിലും വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. But even though man is futile like this, the word of the Lord stands forever. മനുഷ്യന്റെ മെസ്സേജും ഫിലോസഫിയും മനുഷ്യന്റെ പ്രസംഗവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഈ വചനത്തിന് ഒരു മാറ്റവുമില്ല. The words of man might be limited and it will go away, but this word will never change. മനുഷ്യനെ ഭയപ്പെടാതെ വചനത്തെ വിശ്വസിച്ച് വചനം അനുസരിക്കുന്ന ഭാഗ്യമേറിയ അവസ്ഥയാണ്. It is such a blessed experience to fear God and to understand His word. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ എം.ഇ. ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസൻ ജീവിച്ചിരുന്നപ്പോൾ തന്റെ സുവിശേഷൻ മാസികയിലെ ഒരു ചെറിയ ആർട്ടിക്കിൾ ഞാൻ മിക്കപ്പോഴും ഓർക്കാറുണ്ട്. Many years ago, when the great man of God M.E. Cherian, when he was living, in his magazine, he wrote a small article. മോളിയും അമ്മച്ചിയും എന്നും പറഞ്ഞൊരു കൊച്ചു ആർട്ടിക്കിളാണ്. It's a small article titled Moli and Amachi. അതിനകത്ത് ചുരുക്കം ഇതാണ്: നാട്ടിലെ ബസ് യാത്ര ഇപ്പൊ എനിക്കറിയത്തില്ല, പണ്ടാണെന്നൊരിയില് എല്ലാ തരത്തിലുള്ള ആൾക്കാരും അതേ കാണും. ഒരു നല്ല വെളുത്ത ഷർട്ടിട്ടോടെ കയറിയ ഷർട്ടിന് നിറം മാറിയ വെളിയിൽ ഇറങ്ങി വരത്തുള്ളൂ. അങ്ങനെയുള്ള യാത്രയാ ചെയ്യുന്നത്. ചന്തയിൽ പോകുന്നവരും എല്ലാവരും എല്ലാ രീതിയിലുള്ള ഡ്രസ്സുകളും കാണും. നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലൊക്കെ അത് യാത്ര ചെയ്യുന്ന സമയത്ത്. So back in the day when people get on the private buses in India, it's very hard to travel because all sorts of people are in there. It's very hard to go in with a clean cloth and come out the same way. ഒരു അമ്മച്ചി യോഗത്തിന് പോയതാണ്. എന്നാൽ യോഗ സമയത്ത് എന്നപ്പോഴത്തേന് ബസ്സിലെ അനുഭവം കൊണ്ട് വിവരിക്കാൻ തുടങ്ങി. And one Amachi, she boarded this bus to go to the church, and after she gets down, she gets into the church, she started testifying about her experience being on it. അവര് വളരെ ഹമ്പിളായി നിന്ന ഒരു സ്ത്രീക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു. അവരവരുടെ മോളെ കൂടി ഇരുത്തി. ആ മോളെ ഇവരുടെ ദേഹത്തെല്ലാം ഛർദ്ദിച്ചു. അവരുടെ സാധനങ്ങളെല്ലാം ഈ അമ്മച്ചിയുടെ മടിയിൽ വെച്ചു. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായി അമ്മച്ചി പോയത്. So this Amachi had to go through a great situation to come to this church. She gave up her seat for somebody else. She made her daughter sit there, and the daughter actually vomited on her. She went through a great experience, a great troublesome experience from the church. കേട്ടവരുടെ സൗകര്യം പറഞ്ഞു. എന്നിട്ട് സൗകര്യം ഒന്നും പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. So the next sister sitting next by hearing this asks her, so she can say anything. ആ സൗകര്യം പറഞ്ഞ മറുപടി ഇതാണ്: And this is what she says. ഇത് ആ പാടെ 1 മണിക്കൂറിന്റെ കാര്യമല്ല ഉള്ളോ. It is only one hour long. അത് കഴിയുമ്പോ നമ്മൾ അങ്ങ് ഇറങ്ങി പോയില്ലേ? എന്തിനാ ഈ 1 മണിക്കൂർ കൂടെ വരുന്നവരോട് ഈ വഴക്കുണ്ടാക്കുന്നത്? And it's after 1 hour we are leaving. So why am I quarreling with this person? ഇത്
ഇതുപോലെ നമ്മളെല്ലാം ഈ കുറച്ചു നേരത്തെ യാത്രക്കാരാ. And we are all traveling temporarily. Hallelujah. അയൽവക്കക്കാരുമായിട്ടൊന്നും വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. There is no need to quarrel with your neighbors. ജോലി സ്ഥലത്തൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. You don't have to create a problem in your workplace. ഇതൊരു ജസ്റ്റ് ബസ് യാത്രയാ. And this is just traveling in a bus. ഇത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. We will get out very quickly. അവിടെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. We will change our destination very നമുക്ക് quickly. നല്ല വസ്ത്രങ്ങളും നല്ല ഷവറും എല്ലാം അവിടെ കാത്തിരിപ്പുണ്ട്. And there is prepared for us good clothes and good shower. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ താൽക്കാലിക ജീവിതത്തിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് ഒരു പരമാർത്ഥ വിശ്വാസിയെ ജീവിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. Therefore it is important that in this temporary life that God has given us that we have a straight path in our lives. Hallelujah. ഈ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ താഴെ പറയാണ് ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. And after he explains about what man is, he talks about how the word of God is. മനുഷ്യന്റെ വിലയെ കുറിച്ചൊക്കെ സയൻസ് പഠിക്കുന്നവർക്കറിയാം ഈ മനുഷ്യ ശരീരത്തിലെ ഒത്തിരി ഭാഗം എല്ലാം വെറും വെള്ളം മാത്രമാണ്. Now we know about the worth of man's body. Those who know science know that it's comprised mostly with water. ഒത്തിരി നാൾ മുമ്പ് മനുഷ്യന്റെ ശരീരത്തിലെ കെമിക്കലും അല്ലാത്തതും എല്ലാം കൂടെ എടുത്ത് വിറ്റാല് 98 സെന്റേ ഉള്ളായിരുന്നു. പിന്നെ 70 ആയപ്പോ അത് $5 $60 ആയി. ഇപ്പൊ കുറച്ചുകൂടെ വില കാണുമായിരിക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ വില. And back in one time when everything was sold, all the organs were sold for 98 cents, but now it might be a few more dollars. That's all what a man is worth. എന്നാൽ ദൈവവചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. വചനത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. The word of God stands forever. To live and die for that word is a great blessed experience. ഈ താഴെ ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ താഴോട്ട് 12 മുതലുള്ള വാക്യം വായിച്ചു വരുമ്പോൾ വലിയ അത്ഭുതമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. And when we come to verses 12 of this chapter, you see a great miracle that happens. അവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ഗ്രേറ്റ്നെസിനെ കുറിച്ചുള്ളതായ വിശദീകരണം നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. And we have talked about the greatness about God. മനുഷ്യൻ എത്ര നിസ്സാരനാണെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് അവിടെ പ്രസ്താവിക്കുകയാണ്. It declares that even though God is a great person, when man is nothing. നമ്മൾ ഇംഗ്ലീഷിൽ പാടാറുണ്ട് how great thou art എന്നുള്ള പാട്ട്. In English we sing that hymn, how great thou art. ബോബർഗ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അനുഭവത്തിൽ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പ്രകൃതിയെ കണ്ടുകൊണ്ട് എഴുതിയ പാട്ടാണ്. And Bo Berg has written that hymn, understanding the power and might of God. എന്നാൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പേനായെടുത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ്. Do you know how greatly and beautifully about 3000 years ago a man of God takes the pen and writes about the mightness of God? അതാണ് യെശയ്യാവ് 40:12 നമ്മൾ വായിക്കുന്നത്. That is what we read in Isaiah 40 verses 12. നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ 4 രീതിയിലുള്ളതായ മെഷർമെന്റിനെ കുറിച്ചാണ്, ദൈവത്തിന്റെ മെഷർമെന്റിനെ കുറിച്ച് വായിക്കുന്നത്. If you read that verse, you can see the author how he has explained 4 different measurements of God. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്നവനെന്നാണ് എഴുതിയിരിക്കുന്നത്. He writes that he measures the water in the hollow of his hand. വെള്ളത്തെ ഉള്ളം കൈയിൽ അളക്കുന്ന ദൈവം. He is a God who measures the water in the hollow of his hand. നമ്മുടെ ഉള്ളം കൈയിൽ എത്ര ഗാലൻ വെള്ളം പിടിക്കാനായിട്ട് സാധിക്കും? How much water can you hold in your hand? എന്റെ കൈ ചെറുതാ, ഇതിനകത്ത് ചിലപ്പോൾ 2 സ്പൂൺ പറ്റുമായിരിക്കും. And probably in our hands there's only a few spoons that we can have. ചിലരുടെ കയ്യിൽ ചിലപ്പോൾ 1 സ്പൂൺ കൂടെ കൊള്ളുമായിരിക്കും. And in some people's hands they are slightly bigger, they might have a couple more spoons. ഒരിക്കൽ ഒരാൾ മെഷർ ചെയ്തതാണ്, പുള്ളി 2 സ്പൂൺ ഒഴിച്ച് മൂന്നാമത്തെ ഒഴിച്ചപ്പോഴത്തേന് ലീക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. And one person decided to measure at one point. He put 2 spoons of water, the third spoon of water spilled out. ഇത്രയും മനുഷ്യന് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. A man can only hold so much. എന്നാൽ ദൈവം അളക്കുന്നതോ? But you know how God measures? ഭൂമിയിലെ വെള്ളത്തെ മുഴുവൻ അവന്റെ ഉള്ളം കൈയിൽ, അവന്റെ hollow of the handൽ അവൻ വഹിച്ചിരിക്കുകയാണ്. All the waters of the world is measured in the hollow of God's hand. Just imagine, ഒന്ന് സങ്കൽപ്പിച്ച് നോക്കിയേ, ഒട്ടാറിയ തടാകത്തിലെ വെള്ളം മുഴുവൻ. Can you imagine all the waters of the world? ഇറി തടാകത്തിലെ വെള്ളം മുഴുവൻ. And all the waters of the dam. ആമസോൺ നദിയിലെ വെള്ളം മുഴുവൻ. All the waters of the river in Amazon. നൈൽ നദിയിലെ വെള്ളം മുഴുവൻ. All the waters of the river Nile. ഗംഗാ നദിയിലെ വെള്ളം മുഴുവൻ. All the waters of river Ganga. അറ്റ്ലാന്റിക്കിലെ വെള്ളം മുഴുവൻ. All the waters of the Atlantic. പസഫിക്കിലെ വെള്ളം മുഴുവൻ. All the waters of Pacific. എന്റെ നിങ്ങളുടെ പിതാവായ ദൈവം തന്റെ ഉള്ളം കരത്തിലാണ് വഹിച്ചിരിക്കുന്നത്. God our Father has measured it in the hollow of his hand. Hallelujah. ഒരുപക്ഷേ ചിലർ പറയുന്ന പ്രകാരം 400 million cubic mile water ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ എല്ലാം വഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And 400 cubic miles is what is estimated as to the amount of water God has it in his hand. Hallelujah. ഡിസ്റ്റൻസ്
distance. അവൻ Hallelujah. ചാണുകൊണ്ട് അളക്കുകയാണ് ചെയ്യുന്നത്. And you see that he measures it with his hand. ദൈവം ഇതിനെ മുഴുവൻ ചാണുകൊണ്ട് അളക്കുന്ന സ്പാൻ, ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നത് ദൈവത്തിന്റെ ചാണുകൊണ്ടാണ്. And with God's measuring tool, he measures the distance. Hallelujah. ഈ ചന്ദ്രനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആകാശത്തെ നമ്മൾ കാണുമ്പോൾ, And when we look at the sky that is filled with stars, പകൽ ബ്രൈറ്റ് ആയിട്ട് സൂര്യൻ പ്രകാശിക്കുന്ന പകൽക്കാലം ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, and when we look at the sky as the sun is shining bright, ഇതെല്ലാം എത്രമാത്രം ദൂരെയാണ്, ഇത് എത്രമാത്രം എണ്ണം ഉണ്ടെന്ന് ഇന്നും പഠിച്ചു തീർന്നിട്ടില്ല മനുഷ്യൻ. and man has not does not have a grasp as to how wide and how vast this universe is. ഇന്നും രാവിലെ ഞാൻ എവിടോ ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപോയി, മില്യൺസ് ഓഫ് ഗാലക്സി പുതുതായിട്ട് ഇപ്പോഴും ഉണ്ടെന്നാണ് മനുഷ്യൻ കണ്ടുപിടിക്കുന്നത്. Man is still discovering new galaxies day by day. ഇങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു നക്ഷത്രത്തിലേക്ക് പോകാനുള്ള ദൂരത്തെ കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. This is what I heard about travel to the nearest star. ഇവിടുത്തെ ഒരു എക്സ്പ്രസ് ട്രെയിൻ എടുത്ത് യാത്ര ചെയ്താൽ, And if you take an express train from Earth, ഇവിടുന്ന് അടുത്ത നക്ഷത്രത്തിൽ ചെല്ലാനായിട്ട് 60 മില്യൺ ഇയേഴ്സ് വേണ്ടി വരുമെന്നാ പറയുന്നത്. it says that to travel to the closest star nearby, it takes 60 million years. എന്നാൽ എക്സ്പ്രസ് ട്രെയിനെക്കാട്ടി കുറച്ചുകൂടെ ഫാസ്റ്റിൽ മനുഷ്യൻ റോക്കറ്റിലൊക്കെ പോകാനായിട്ട് സാധിക്കുമല്ലോ. റോക്കറ്റിൽ പോയാലും അടുത്ത നക്ഷത്രത്തിൽ ചെല്ലണമെങ്കിൽ 25,000 ഇയേഴ്സ്, 25,000 ഇയേഴ്സ് എടുക്കുമെന്നാ പറയുന്നത്. A rocket is faster than a train. Even if you take a rocket, it might even take 25,000 years. പ്രകാശം യാത്ര ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. You know that light travels at a great speed. 186,000 മൈൽ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. And it travels at 186,000 miles per hour. ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ചുറ്റും ഒന്ന് കറങ്ങി വരാനായിട്ട് അത്രയും ഫാസ്റ്റ് പോകാമെങ്കിൽ 7 സെക്കൻഡ് മതി. And if the light has to travel across the earth one time in one revolution, it needs to take 7 seconds. അത്രയും ഫാസ്റ്റ് പോകുകയാണെങ്കിലും 4 വർഷം എടുക്കും അടുത്ത സ്റ്റാറിൽ നക്ഷത്രത്തിൽ ചെല്ലാൻ. Even if it is that fast, it will still take 4 years to go to the nearest star. അങ്ങനെ അതിനേക്കാൾ ദൂരത്തിൽ എത്രയോ ഗാലക്സികൾ. Do you know how many such galaxies are there in the distant far? അതിനേക്കാൾ എത്രയോ അകലെ എത്രയോ നക്ഷത്രങ്ങൾ. ഇതെല്ലാം ദൈവം അളക്കുന്നത് തന്നെ ചാണുകൊണ്ടാണെന്നാണ്. And all these stars that are distant, God measures with the breath of His hand, with the span of His hand. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. Our God is a great God. Hallelujah. അടുത്ത മൂന്നാമത്തെ ഒരു മെഷർമെന്റ് പറയുന്നത് ഭൂമിയുടെ പൊടി ദൈവം തന്റെ നാഴിയിൽ കൊള്ളിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. And the third thing He says that the dust of the earth is in a basket, is weighed in the scales of God. പൊടിയുടെ സ്റ്റോറി പറഞ്ഞാൽ നമുക്കറിയാം, എത്ര വിൻഡോയിൽ അടച്ചിട്ടാലും വീട്ടിൽ പൊടിയായി. എവിടുന്നാ വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. We know about dust. No matter how much close your window is, you still have dust in your house. ഈ ഭൂമിയിലെ പൊടി എന്തുമാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. There is no way to measure how much dust is on this earth. മനുഷ്യനുണ്ടാക്കുന്ന ബിൽഡിങ്, കാറുകള്, വീടുകള്, ഇതിന്റെ എല്ലാം പൊടിയെല്ലാം കൂടെ വാരിക്കൂട്ടിയാലും 100 ക്യൂബിക് മൈലൊക്കെ ഉണ്ടെന്നൊരു കണക്കുണ്ട്. എനിക്കറിയത്തില്ല ശരിയാണോ. And they say that even if you take all the buildings and all the automobiles, if you take the sum of them, there's a certain cubic miles. That's what they estimate. I don't know if it's true. ഇവിടെ പറയാണ് ദൈവം തന്നെ ഈ ബിൽഡിംഗ് മനുഷ്യനുണ്ടാക്കുന്ന പൊടി മാത്രമല്ല, ഭൂമിയിലെ പൊടിയെ മുഴുവൻ ദൈവം തന്റെ ട്രൈ കപ്പാസിറ്റിയിൽ മെഷർ ചെയ്ത് നാഴിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണെന്ന്. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. And do you know how great our God is? It's not just the man-made dust, but all the single speck of dust in this world, He has measured in His balance. അടുത്ത നാലാമത്തെ പറയുന്നത് പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ എന്നാണ്. വെയിറ്റ് അളക്കുന്ന ദൈവത്തെ കുറിച്ച് വായിക്കുന്നു. And we see that God has weighed the mountains of the world in His scales. ദൈവത്തിന്റെ ആ ബാലൻസിൽ, ആ സ്കെയിലില് വലിയ പർവ്വതങ്ങളെ എല്ലാം ദൈവം അളക്കുന്നു, തൂക്കി നോക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. It says that God measures and He weighs all the mountains of the world. Hallelujah. ദൈവം തന്റെ ആ ബാലൻസ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ ആൽപ്സ് പർവ്വതനിര, ഹിമാലയ പർവ്വതനിര, എവറസ്റ്റ് നിര, ഇതൊന്നും ദൈവത്തിന്റെ ബാലൻസിലൊന്നും വലിയ വെയിറ്റൊന്നും ഇല്ല, ഇച്ചിരി ഉള്ളതെന്ന് അതിന്റെ അർത്ഥം. That means that if God were to hold the balance straight, if you hold the scale straight, all the great mountains of the world is nothing in His balance. നമ്മുടെ ദൈവം എത്ര വലിയവനും ഉന്നതനും ശ്രേഷ്ഠനുമായ ദൈവമാണ്. Do you know how profound and how great and glorious is our God? താഴോട്ട് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇതാ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെ ഇരിക്കുന്നത്. Next, when you come to verses 15, He says
says that the nations are just but a drop in his bucket. Hallelujah. നമ്മുടെ മലയാളത്തിൽ തുലാക്കൊട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ വയ്യാത്ത ഏതോ വസ്തുവായിട്ട് അങ്ങ് തള്ളിവിടാറുണ്ട്. And we do not know what that word bucket usually means. മലയാളത്തിൽ തുലാക്കൊട്ട എന്നാണ്. ഇവിടെ ബക്കറ്റ് എന്നുള്ളതാണ് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷ. And this translation in English actually makes us understand what it is. എന്ന് പറഞ്ഞാൽ ബക്കറ്റിലെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി വെള്ളം പോലെയാണ് സകല ജാതികളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. All the nations. The author says that all the nations of the world is just like a drop in a bucket. ദൈവം തന്റെ ബക്കറ്റ് എടുത്താൽ ആ ബക്കറ്റിലെ അതിന്റെ സൈഡിലൂടെ വെട്ടി പുറത്തേക്ക് പോകുന്ന ഒരു തുള്ളി പോലെ ഉള്ള ഭൂമിയിലെ ജാതികളെല്ലാം. And if the bucket were full, just like one drop that spills out, that comprises of all the nations of the world. യെശയ്യാവ് 40:15 ഞാൻ ഇവിടെ പറയുന്നത്. And I've been reading from Isaiah 40 verses 15. നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. Can you imagine that you're carrying a bucket of water? അതിന്റെ പുറത്തൂടെ ഒരു തുള്ളി ഇങ്ങനെ താഴോട്ട് ഒഴുകി വരുന്നുണ്ട്. Imagine that there is a drop that is sliding down from the side. ആ ഒരു തുള്ളി പുറത്തൂടെ പോകുന്നെന്നും പറഞ്ഞ് ബക്കറ്റിലെ വെള്ളം വല്ലതും കുറഞ്ഞിട്ടുണ്ടോ? And are you concerned that because a drop is sliding down that the water is decreasing? അതിന്റെ ഭാരം വല്ലതും അതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടോ? As a result of that drop going down, is the weight decreasing? ദൈവത്തിന്റെ സകല മനുഷ്യജാതി ഇതുപോലെയുള്ളതാണ് എഴുതിയിരിക്കുന്നത്. It's written that all the nations are just like this drop. ഇന്ത്യയിലെ ജനസംഖ്യ, ചൈനയിലെ ജനസംഖ്യ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. And all the multitude of people in India and China is multiplying. എന്റെ കൊച്ചിലെയൊക്കെ 40 കോടി ജനങ്ങൾ പാർക്കും ഇന്ത്യ എന്നാ പറയുന്നത്. ഇപ്പൊ 100 കൊല്ലം കഴിഞ്ഞെന്നാണ് കണക്ക്. And when I was young, they said that about 40 crore would live in India. It has well surpassed that. ചൈനയിൽ അതിനെക്കാട്ടിലുണ്ട്. And there are more people in China. ഈ ജനങ്ങളെല്ലാം ദൈവം കാണുന്ന ഒരു ബക്കറ്റിലെ ഒരു ഡ്രോപ്പ് പോലെ മാത്രമേ ഉള്ളൂ. Lord sees all these nations and people just like a drop in a bucket. നമ്മുടെ ദൈവം എത്ര വലിയ ദൈവമാണ്. Do you know how great our God is? ലോകത്തിലെ ആളുകളെയൊക്കെ വലിയവരായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. When we see the people of the world as great. ഒരു ദിവസം ഒരു വലിയ ജനറൽ, ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. A great general, he came into faith. He was saved. രക്ഷിക്കപ്പെട്ടപ്പോൾ ആളുകളെല്ലാം കൂടെ പറഞ്ഞു, ദൈവത്തിന്റെ രാജ്യത്തിന് കൊള്ളാവുന്ന ശ്രേഷ്ഠനായ ഒരാളെ കൂടെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. When he was saved, many people said that God can use him in his kingdom. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. But this is what he replied. God doesn't need great men. ദൈവത്തിന് വലിയ മനുഷ്യനൊന്നും ആവശ്യമില്ല. He said God does not need great men. എന്നാൽ great men need God. എന്നാൽ വലിയ മനുഷ്യനും ദൈവത്തെയാണ് ആവശ്യമെന്ന്. But yet great men needs God. ദൈവം എത്ര വലിയ ദൈവമാണ്. You know how great God is. ആ ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളവൻ. That is the great God that is with us. തന്നെയല്ല അവിടെ 15 താഴെ ദ്വീപുകളെ കുറിച്ച് പറയുന്നുണ്ട്. And it also talks about the islands of the world in verses 15. തുലാസിലെ ഒരു പൊടി പോലെ എന്നാണ് പറയുന്നത്. It says that it is just like a dust that he weighs. ദൈവം നോക്കുന്ന തന്റെ ബാലൻസിനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പൊടി പോലെ ഉള്ളു ഈ മനുഷ്യവർഗം മുഴുവൻ. And all these nations and these islands are just like fine dust that's on scale. ദൈവം ദ്വീപുകളെ എല്ലാം ഒരു മണൽ തരിയെ പോലെ പൊക്കിയെടുക്കുന്നു എന്നാണ് He പറയുന്നത്. takes all these islands just like the dust. Hallelujah. നമ്മുടെ ദൈവത്തിന്റെ വചനം കോഷ്കല്ല, അത് സത്യമാണ്. Our word of the Lord is not false, it is true. നമ്മളൊരു ശ്വാസം മാത്രമാണ്. We are just but a breath. എന്നാൽ ദൈവം അത്ര വലിയ ദൈവമാണ്. Do you know how great God അവന്റെ is? മഹിമ വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? There is no one can explain his glory. അതുകൊണ്ട് നാം ആരാണെന്നും ദൈവം ആരാണെന്നുള്ള ചിന്ത നമ്മെ ധരിക്കേണ്ടത് Therefore, we ആവശ്യമാണ്. always need to have govern the thought who we are and who God is. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I'm going to read one more verse and end here. 6 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. We've been studying from verses 6 onwards. അതിന്റെ 11ാം വാക്യം ഇവിടെ കർത്താവിന്റെ ദാസൻ ഓൾറെഡി ഉദ്ധരിച്ചു കഴിഞ്ഞു. And verses 11 has already been said by the great man of God. അതാണ് ഇവിടെ സങ്കീർത്തനത്തിൽ നാം കേട്ടത്. That's what we also heard from the Psalm. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കി. It says here that he tends his flock like a shepherd. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും And he gathers all the lambs in his arms. തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. And he carries them close to his arm and gently leads those who have young. കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിൽ ചേർത്ത് വഹിക്കുന്ന തള്ളകളെ പതുക്കെ നടത്തുന്ന ദൈവമാണ് ഈ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ആ ദൈവം നമ്മെ അങ്ങനെയാണ് നടത്തുന്നത്. The God who makes these lambs right next to his chest, holds them together and makes the mother lambs walk very closely, and that's the great God that we ഒരു serve. ശ്വാസം മാത്രമാകുന്ന നാം. We are nothing but a breath. എന്നാൽ ദൈവം എത്ര വലിയ ദൈവമാണ്. But you know how great our God is. അവൻ നമ്മളെ കുറിച്ചുള്ള കൺസേൺ എത്രമാത്രം You ഉള്ളതാണ്. know how concerned He is about you.
നമുക്ക് നടക്കാൻ കഴിയാതെ വരുമ്പോൾ മാർവിൽ എടുത്ത് നടത്തുന്ന ദൈവം. When you cannot walk in your life, He carries you on His shoulders. ശരിക്കും നടക്കാൻ കഴിയാതെ വരുമ്പോൾ പതുക്കെ നടത്തുന്ന ദൈവം. When you cannot walk straight, He makes you walk slowly. അവന്റെ ജ്ഞാനത്തോട് ആരെ ഉപമിക്കുവാനായിട്ട് കഴിയും? Who can be compared to His immense wisdom? നമ്മുടെ തലകളെ ഉണക്കി നമുക്കൊരു നിമിഷം Let പ്രാർത്ഥിക്കാം. us bow down our heads and pray. നമ്മെ കുറിച്ചുള്ളതായ നമ്മുടെ ദർശനം ശരിയായുള്ള രീതിയിലായിരിക്കണം. And our vision about ourselves should be straight. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് വലുതായിരിക്കണം. The vision that we have about God should be great. ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കുന്നു, നാം സമ്മതിക്കുന്നു, നാം എല്ലാവരും പൊടിയാണ്, ഒന്നുമില്ലാത്തവരാണ്, ഒരു കഴിവില്ലാത്തവരാണ്. Oh Lord, we admit that we're sitting here, we are nothing, we're just like dust, we do not have any qualifications. അത് നല്ല ചിന്താഗതിയാണ്, പക്ഷെ അത് നമ്മെ നിരാശപ്പെടുത്തരുത്. But that shouldn't discourage us, hallelujah. നമുക്ക് നിലനിൽക്കുന്ന ഒരു വചനം ദൈവം തന്നിട്ടുണ്ട്. God has given His unchanging word. നമുക്കൊരു ഇടയൻ നമ്മോട് കൂടെ ഉണ്ട്. There is a good shepherd for us. അവൻ നമ്മെ തോളിലേക്ക് നടത്തുന്ന ദൈവമാണ്. He carries us in His shoulder. അവൻ നമ്മെ പതുക്കെ നടത്തുന്ന ദൈവമാണ്. He is a God who makes us walk slowly. അവൻ തന്റെ ഉള്ളം കൈയിൽ ഭൂമിയിലെ വെള്ളത്തെ മുഴുവൻ He വഹിച്ചിരിക്കുന്നവനാണ്. measures the waters of the world in the hollow of His hand. അവന്റെ ചാണം കൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവനാണ്. And He measures the skies with the scale. ആ ഭൂമിയിലെ പൊടിയെ മുഴുവൻ തന്റെ നാഴിയിൽ കൊള്ളിക്കുന്നവനാണ്. And He has all the dust of this earth in the balance. സകല ജാതികളും അവന്റെ ബക്കറ്റിലെ വെള്ളത്തിന്റെ ഇടയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു തുള്ളി പോലെ മാത്രമേ And ഉള്ളൂ. all the nations of the world are just like a drop in the bucket. ഇന്ന് പൽക്കാലം ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് And നോക്കാം. let us look onto the face of this great God. നമ്മുടെ പാറകൾ വളരെ വലുതായി തോന്നുന്നുണ്ടോ? And you might think that your problems are so big. നമ്മുടെ പ്രശ്നങ്ങൾ പർവ്വതം പോലെ തോന്നുന്നുണ്ടോ? Are your problems like mountains before you? മനുഷ്യരായതുകൊണ്ട് അങ്ങനെ തോന്നാം. And because you're man, you might think so. എന്നാൽ നമുക്കൊരു ദൈവമുണ്ട്. We have a God. അവൻ ഒന്നും വലുതല്ല. And there is nothing big for Him. അവൻ എല്ലാം നിസ്സാരമാണ്. Everything is nothing big for Him. അവന്റെ കൈയൊന്ന് നീട്ടിയാൽ മതി. And He just needs to stretch out His അവനൊന്ന് hand. നോക്കിയാൽ മതി. And He just needs to look on you. അവന്റെ കരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Let us submit ourselves into His hand. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us.